ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ PSC ബുള്ളറ്റിന്റെ പാർട്ട് 3 ലാസ്റ്റ് പഠിച്ചത് കേരളത്തിലെ തടാകങ്ങളെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ തുടർച്ചയായിട്ടുള്ള കേരളത്തിലെ മറ്റു തടാകങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. കൂടെ ദ്വീപുകളെ കുറിച്ചും കടപ്പുറങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. ആദ്യം കേരളത്തിലെ മറ്റു തടാകങ്ങളെ കുറിച്ച് നോക്കിയാലോ. ഇതിൽ ആദ്യത്തെ ചോദ്യം ഏത് കൊടുമുടിയിലാണ് മേപ്പാടി തടാകം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുത്തരം ചെമ്പ്ര കൊടുമുടിയാണ്. ഏത് കൊടുമുടിയിലാണ് മേപ്പാടി തടാകം? ചെമ്പ്ര കൊടുമുടി. മേപ്പാടി തടാകമുള്ള ജില്ലയാണ് വയനാട് ജില്ല. ഏത് ജില്ലയിലാണ് മേപ്പാടി തടാകം? വയനാട് ജില്ല. കേരളത്തിൽ ആകെ കായലുകളുടെ എണ്ണം 34 കേരളത്തിലെ കായലുകളുടെ ആകെ എണ്ണം 34. കേരളത്തിലെ കായലുകളിൽ 7 ഉൾനാടൻ ജലാശയങ്ങൾ. കേരളത്തിലെ കായലുകളിൽ എത്ര എണ്ണമാണ് ഉൾനാടൻ ജലാശയങ്ങൾ? 7. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ. അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം ഏതായിരിക്കും? അതും വെള്ളായണിക്കായൽ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം വെള്ളായണിക്കായൽ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വെള്ളായണിക്കായൽ. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വെള്ളായണിക്കായൽ തന്നെയാണ്. കേരളത്തിലെ കായലുകളിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനം ഏതിനാണ്? കായംകുളം കായൽ. കേരളത്തിലെ കായലുകളിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനം കായംകുളം കായലിനാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ അഴിമുഖം ഏതാ? നീണ്ടകര അഴി. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ അഴിമുഖമാണ് നീണ്ടകര അഴി. കായലുകളുടെ റാണി എന്നറിയപ്പെട്ടിരുന്നത് ഏതാ? ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ റാണി എന്നറിയപ്പെട്ടിരുന്നത്. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാ? അഷ്ടമുടിക്കായൽ. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായലാണ് അഷ്ടമുടി. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടി തന്നെയാണ്. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. പരവൂർ കായൽ ഏത് ജില്ലയിലാണ്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് പരവൂർ കായൽ. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട്. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട്. ഇന്ത്യയിലെ ഏക തടാകജന്യ മേജർ തുറമുഖം കൊച്ചിയിലാണുള്ളത്. ഇന്ത്യയിലെ ഏക തടാകജന്യ മേജർ തുറമുഖം കൊച്ചിയിലാണ്. സാമ്പ്രാണിക്കൊടി ഏത് കായലിന്റെ ഭാഗമാണ്? അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായലിന്റെ ഭാഗമാണ് സാമ്പ്രാണിക്കൊടി. അന്ധകാരനാഴി ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. കായംകുളം കായലും ആലപ്പുഴ ജില്ലയിലാണ്. അന്ധകാരനാഴി, കായംകുളം കായൽ ഇത് രണ്ടും ആലപ്പുഴ ജില്ലയിലാണുള്ളത്. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയാണ് പൊഴി. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയാണ് പൊഴി. ചേറ്റുവ കായൽ ഏത് ജില്ലയിലാണുള്ളത്? തൃശൂർ. ചേറ്റുവ കായൽ തൃശൂർ ജില്ലയിലാണുള്ളത്. അപ്പോ വലിയ പറമ്പ കായൽ ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. വലിയ പറമ്പ കായൽ ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ഏത് ജില്ലയിലാണ് പൂക്കോട് തടാകം? വയനാട്. ഏത് ജില്ലയിലാണ് പൂക്കോട് തടാകം? വയനാട്. കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ. കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ. കേരളത്തിൽ എലിഫന്റ് തടാകം എവിടെയാണ്? മൂന്നാർ. കേരളത്തിൽ എലിഫന്റ് തടാകം മൂന്നാറിലാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. എനമാക്കൽ തടാകം ഏത് ജില്ലയിലാണ്? തൃശൂർ. എനമാക്കൽ തടാകം തൃശൂർ ജില്ലയിലാണുള്ളത്. ബിയ്യം കായൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം. ബിയ്യം കായൽ
മലപ്പുറം ജില്ലയിലാണുള്ളത്. മൂര്യാട് തടാകം തൃശൂർ ജില്ലയിലാണ്. മൂര്യാട് തടാകം തൃശൂർ ജില്ലയിലാണ്. ശാസ്താംകോട്ട തടാകം കൊല്ലം ജില്ലയിൽ. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി. പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ ഏതാ? അഷ്ടമുടി. പെരുമൺ തീവണ്ടി അപകടം നടന്ന കായലാണ് അഷ്ടമുടി. അത് കൊല്ലം ജില്ലയിലാണുള്ളത്. നമുക്ക് തടാകങ്ങളും അതിന്റെ ആകൃതിയെയും കുറിച്ചും പഠിക്കാം അല്ലെ. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം എവിടെയാണ്? മേപ്പാടി. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം എവിടെയാണ്? മേപ്പാടി. പനയിലയുടെ ആകൃതിയിലുള്ള തടാകമാണ് അഷ്ടമുടി. പനയിലയുടെ ആകൃതിയിലുള്ള തടാകമാണ് അഷ്ടമുടി. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകമാണ് ശാസ്താംകോട്ട. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകമാണ് ശാസ്താംകോട്ട. അടുത്തത് ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകമാണ് പൂക്കോട്. പൂക്കോട് തടാകത്തിന്റെ ആകൃതി ഇന്ത്യയുടെ ഭൂപടമാണ്. അടുത്തത് നമുക്ക് കേരളത്തിലെ കുറച്ച് ദ്വീപുകളെ കുറിച്ച് പഠിക്കാം. ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ്? അഞ്ചരക്കണ്ടിപ്പുഴ. ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ്? അഞ്ചരക്കണ്ടിപ്പുഴ. ഏത് ജില്ലയിലാണ് പ്രശസ്തമായ കാക്കാതുരുത്ത് ദ്വീപ്? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് പ്രശസ്തമായ കാക്കത്തുരുത്ത് ദ്വീപ്. അത് ഏത് കായലിലാണ്? വേമ്പനാട്. കാക്കത്തുരുത്ത് ദ്വീപ് വേമ്പനാട് കായലിലാണ്. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. ഗുണ്ടു ദ്വീപ് ഏത് ജില്ലയിലാണ്? എറണാകുളം. ഗുണ്ടു ദ്വീപ് എറണാകുളം ജില്ലയിലാണ്. നെടുങ്ങാട് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ലയോ? എറണാകുളം. നെടുങ്ങാട് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. ആലപ്പുഴ ജില്ലയിലെ പാതിരാമണൽ ദ്വീപ് വേമ്പനാട് കായലിലാണുള്ളത്. ആലപ്പുഴ ജില്ലയിലെ പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ്? വേമ്പനാട് കായൽ. അടുത്ത രണ്ട് ചോദ്യം ചെറുതായൊന്ന് മാഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും നമുക്ക് പഠിച്ചെടുക്കാം. അതിൽ ചോദിച്ചിട്ടുള്ളത് ഏത് ജില്ലയിലാണ് വെല്ലിംഗ്ടൺ ദ്വീപ് എന്നാണ്. ഏത് ജില്ലയിലാണ് വെല്ലിംഗ്ടൺ ദ്വീപ്? എറണാകുളം. ഏത് ജില്ലയിലാണ് വെല്ലിംഗ്ടൺ ദ്വീപ്? എറണാകുളം. ഏത് ജില്ലയിലാണ് വെല്ലിംഗ്ടൺ ദ്വീപ്? എറണാകുളം. ഏത് നദിയിലാണ് കുറുവ ദ്വീപ്? കബനി. ഏത് നദിയിലാണ് കുറുവ ദ്വീപ്? കബനി. ഏത് ജില്ലയിലാ വരിക അത്? വയനാട് ജില്ലയിൽ. മുൻപ് ചോദിച്ചത് കുറുവ ദ്വീപ് ഏത് നദിയിലാണ് എന്നാണ്. ഇത് കുറുവ ദ്വീപ് ഏത് ജില്ലയിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറുവ ദ്വീപ് ഉള്ളത് വയനാട് ജില്ലയിലാണ്. നദി കബനിയാണ്. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ ദ്വീപാണ് വൈപ്പിൻ. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ ദ്വീപാണ് വൈപ്പിൻ. വൈപ്പിൻ ദ്വീപ് ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. വൈപ്പിൻ ദ്വീപ് ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. കടമക്കുടി ദ്വീപ് ഏത് ജില്ലയിലാണ്? അതും എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഏത് ജില്ലയിലാണ് കടമക്കുടി ദ്വീപ് എന്ന് ചോദിച്ചാൽ എറണാകുളമാണ് ഉത്തരം. പച്ചത്തുരുത്ത് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാ? ധർമ്മടം തുരുത്ത്. പച്ചത്തുരുത്ത് എന്നറിയപ്പെടുന്ന ദ്വീപാണ് ധർമ്മടം തുരുത്ത്. കോതാട് ദ്വീപിന് രൂപം നൽകുന്ന നദിയാണ് പെരിയാർ. കോതാട് ദ്വീപിന് രൂപം നൽകുന്ന നദിയാണ് പെരിയാർ. അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്ന ഭാഗത്തുള്ള മൺറോ തുരുത്ത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്ന ഭാഗത്തുള്ള മൺറോ തുരുത്ത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. മുളവുകാട് ദ്വീപ് ഏത് കായലിലാണ്? വേമ്പനാട്. മുളവുകാട് ദ്വീപ് വേമ്പനാട് കായലിലാണുള്ളത്. ധർമ്മടം ദ്വീപ് കണ്ണൂർ ജില്ലയിലാണ്. ധർമ്മടം ദ്വീപ് കണ്ണൂർ ജില്ലയിലാണ്.
നമ്മൾ ദ്വീപുകളെ കുറിച്ച് പഠിച്ചു. അടുത്തത് നമുക്ക് കേരളത്തിലെ കടപ്പുറങ്ങളെ കുറിച്ച് നോക്കാം. അഴീക്കൽ ബീച്ച് ഏത് ജില്ലയിലാ? തൃശ്ശൂർ ജില്ലയിൽ. കാപ്പാട് ബീച്ചോ? കോഴിക്കോട്. അഴീക്കൽ ബീച്ച് തൃശ്ശൂർ ജില്ലയിലും കാപ്പാട് ബീച്ച് കോഴിക്കോട് ജില്ലയിലുമാണുള്ളത്. കടൽ തീരത്തിന്റെ ദൈർഘ്യത്തിൽ കേരളത്തിന് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിലെ സ്ഥാനം 5. കടൽ തീരത്തിന്റെ ദൈർഘ്യത്തിൽ കേരളത്തിന് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിലെ സ്ഥാനം 5. ഹവ്വ ബീച്ച് തിരുവനന്തപുരം ജില്ലയിലാണ്. കാപ്പിൽ ബീച്ചും തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള 2 ബീച്ചുകളാണ് ഹവ്വ ബീച്ച്, കാപ്പിൽ ബീച്ച്. ഡ്രൈവിൻ ബീച്ച് എന്ന നിലയിൽ പ്രസിദ്ധമായ കണ്ണൂർ ജില്ലയിലെ ബീച്ചാണ് മുഴുപ്പിലങ്ങാട്. ഡ്രൈവിൻ ബീച്ച് എന്ന നിലയിൽ പ്രസിദ്ധമായ കണ്ണൂർ ജില്ലയിലെ ബീച്ചാണ് മുഴുപ്പിലങ്ങാട്. ഏത് ജില്ലയിലാണ് തുമ്പോളി ബീച്ച്? ആലപ്പുഴ. തൈക്കൽ ബീച്ച് അതും ആലപ്പുഴയിൽ തന്നെയാണ്. ആലപ്പുഴയിലുള്ളത് തുമ്പോളി ബീച്ച്, തൈക്കൽ ബീച്ച്. മാറാട് ബീച്ച് ഏത് ജില്ലയിലായിരിക്കും? കോഴിക്കോട്. മാറാട് ബീച്ച് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ. പ്രശസ്ത നേതാക്കളുടെ അന്ത്യവിശ്രമ സ്ഥാനം എന്ന നിലയിൽ പ്രസിദ്ധമായ പയ്യാമ്പലം ബീച്ച് കണ്ണൂർ ജില്ലയിലാണുള്ളത്. പ്രശസ്ത നേതാക്കളുടെ അന്ത്യവിശ്രമ സ്ഥാനം എന്ന നിലയിൽ പ്രസിദ്ധമായ പയ്യാമ്പലം ബീച്ച് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ. കണ്ണുതീർത്ഥം ബീച്ച് കാസർഗോഡ് ജില്ലയിലാണ്. കണ്ണുതീർത്ഥം ബീച്ച് കാസർഗോഡ് ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ബലിതർപ്പണത്തിന് പ്രസിദ്ധമായ കടപ്പുറമാണ് പാപനാശം. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ബലിതർപ്പണത്തിന് പ്രസിദ്ധമായ കടപ്പുറമാണ് പാപനാശം. ചെറായി ബീച്ച് എവിടെയുള്ളത്? എറണാകുളം. ചെറായി ബീച്ച് ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. മുനമ്പം ബീച്ച് ഏത് ജില്ലയിലാണ്? അതും എറണാകുളം ജില്ലയിലാണ്. നാട്ടിക ബീച്ച് തൃശ്ശൂർ ജില്ലയിൽ. തിരുമുല്ലവാരം ബീച്ച് കൊല്ലം ജില്ലയിലാണ്. ചെറായി ബീച്ച്, മുനമ്പം ബീച്ച് എറണാകുളം ജില്ലയിലും നാട്ടിക ബീച്ച് തൃശ്ശൂർ ജില്ലയിലും തിരുമുല്ലവാരം ബീച്ച് കൊല്ലം ജില്ലയിലുമാണുള്ളത്. നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി എന്നുള്ള ഭാഗത്തിലോട്ട് പോവാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണെന്ന് ചോദിച്ചാൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ എത്തുന്നത് ഏത് മാസത്തിലാണ്? ജൂൺ മാസത്തിൽ. ജൂൺ മാസത്തിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ എത്തുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സീസൺ അനുഭവപ്പെടുന്ന കാലയളവ് പറയുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സീസൺ അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ മറ്റൊരു പേരെന്താണെന്നറിയോ? ഇടവപ്പാതി. എല്ലാവർക്കും അറിയാം ഇടവപ്പാതി. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ മറ്റൊരു പേര് ഇടവപ്പാതിയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് മഴ ലഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് മഴ ലഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖ ആദ്യം എത്തുന്നത് പശ്ചിമഘട്ടത്തിലാണ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖ ആദ്യം എത്തുന്നത് പശ്ചിമഘട്ടത്തിലാണ്. ഇടിമിന്നലോടുകൂടി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് മൺസൂണിന്റെ പ്രത്യേകതയാണ്? വടക്കു കിഴക്കൻ മൺസൂൺ. ഇടിമിന്നലോടുകൂടി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ വടക്കു കിഴക്കൻ മൺസൂണിന്റെ പ്രത്യേകതയാണ്. വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാ? ഒക്ടോബർ മുതൽ നവംബർ വരെ. വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസങ്ങളാണ് ഒക്ടോബർ മുതൽ നവംബർ വരെ. വടക്കു കിഴക്കൻ മൺസൂണിനെ നമ്മൾ തുലാവർഷം എന്നും പറയുന്നു. കാലവർഷക്കാറ്റുകളുടെ ഗതി കണ്ടുപിടിച്ചത് ഹിപ്പാലസ് ആണ്. കാലവർഷക്കാറ്റുകളുടെ ഗതി കണ്ടുപിടിച്ചത് ഹിപ്പാലസ് ആണ്. ഒരു വർഷത്തിൽ 27 ഞാറ്റുവേലയാണ് ഉള്ളത്. ഒരു വർഷത്തിൽ എത്ര ഞാറ്റുവേലയുണ്ട്? 27. കേരളം ഏത് കാലാവസ്ഥാ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്?
ട്രോപ്പിക്കൽ മൺസൂൺ. കേരളം ട്രോപ്പിക്കൽ മൺസൂൺ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ട്രോപ്പിക്കൽ മൺസൂണിനെ ഉഷ്ണമേഖല എന്നും പറയുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ജൂലൈ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ജൂലൈ. ഏതു മാസത്തിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ്? ജനുവരി മാസത്തിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്. ഏതു മാസത്തിലാണ്? ജനുവരി മാസത്തിൽ. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ മാസങ്ങൾ ഏതൊക്കെയാ? ഏപ്രിൽ, മെയ്. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ മാസങ്ങളാണ് ഏപ്രിൽ, മെയ്. കേരളത്തിൽ ഏറ്റവും തണുപ്പ് കൂടിയ മാസങ്ങൾ ഏതായിരിക്കും? ഡിസംബറും ജനുവരിയും. കേരളത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ മാസങ്ങളാണ് ഡിസംബറും ജനുവരിയും. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേരാണ് തുലാവർഷം. നമ്മൾ മുൻപ് പറഞ്ഞു അല്ലെ? വടക്ക് കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേരാണ് തുലാവർഷം. കേരളത്തിലെ ശരാശരി വർഷപാതം 3107 മില്ലിമീറ്റർ ആണ്. കേരളത്തിലെ ശരാശരി വർഷപാതം 3107 മില്ലിമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന ശരാശരി ദൈനംദിന താപനില 19.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന ശരാശരി ദൈനംദിന താപനില എന്ന് പറയുന്നത് 19.8 സെൽഷ്യസ് ആണ്. കേരളത്തിൽ 2 മൺസൂൺ ആണ് അനുഭവപ്പെടുന്നത്. കേരളത്തിൽ എത്ര മൺസൂൺ അനുഭവപ്പെടുന്നു? 2. കേരളത്തിൽ മഞ്ഞുകാലം അനുഭവപ്പെടുന്ന കാലയളവ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. കേരളത്തിൽ മഞ്ഞുകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. കേരളത്തിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. കേരളത്തിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. കേരളത്തിൽ ശരാശരി 120 മുതൽ 140 ദിവസം വരെ മഴ പെയ്യുന്നുണ്ട്. കേരളത്തിൽ ശരാശരി 120 മുതൽ 140 ദിവസം വരെയാണ് മഴ പെയ്യുന്നത്. ഇടവപ്പാതിയിൽ ശരാശരി 2000 മില്ലിമീറ്റർ വരെ മഴ നമുക്ക് ലഭിക്കുന്നു. ഇടവപ്പാതിയിൽ ശരാശരി 2000 മില്ലിമീറ്റർ വരെ നമുക്ക് മഴ ലഭിക്കുന്നുണ്ട്. തുലാവർഷത്തിൽ 500 മില്ലിമീറ്റർ വരെയാണ് നമുക്ക് ശരാശരി മഴ ലഭിക്കുന്നത്. തുലാവർഷത്തിൽ ശരാശരി എത്ര മഴ വരെ കിട്ടാറുണ്ട് നമുക്ക്? 500 മില്ലിമീറ്റർ. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ശരാശരി ദൈനംദിന താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ശരാശരി ദൈനംദിന താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൈലന്റ് വാലി ഏതിന വനത്തിൽപ്പെടുന്നു? ഉഷ്ണമേഖല, ആർദ്ര, നിത്യഹരിത വനങ്ങൾ. സൈലന്റ് വാലി ഉഷ്ണമേഖല, ആർദ്ര, നിത്യഹരിത വനങ്ങളിൽ പെടുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാടുകൾ അൽപാർദ്ര ഇലപൊഴിയും കാടുകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാടുകൾ ഏതിനത്തിൽപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അൽപാർദ്ര ഇലപൊഴിയും കാടുകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാടുകൾ ഏതിനത്തിൽപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അൽപാർദ്ര ഇലപൊഴിയും കാടുകളാണ്. സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങൾക്ക് ഉദാഹരണം ഏതാ? അതും അൽപാർദ്ര ഇലപൊഴിയും കാടുകളാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. അങ്ങനെ പ്രഖ്യാപിച്ച വർഷം 1888 ആണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റിസർവ് വനം എന്ന് പറയുന്നത് കോന്നിയാണ്. അത് പ്രഖ്യാപിച്ചത് 1888 സംസ്ഥാന വനം വകുപ്പ് ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വനം വകുപ്പ് ആസ്ഥാനം തിരുവനന്തപുരം. തിരുവിതാംകൂറിലെ ആദ്യത്തെ റിസർവ് വനം എന്ന് പറയുന്നത് കോന്നിയാണ്. അങ്ങനെ പ്രഖ്യാപിച്ച വർഷം 1888 ആണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. അത് പ്രഖ്യാപിച്ചത് 1888 സംസ്ഥാന വനം വകുപ്പ് ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വനം വകുപ്പ് ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ്. സംസ്ഥാന വനം വകുപ്പ് ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട് എന്ന സ്ഥലമാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയമാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷമാണ് 1975. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷമാണ് 1975. കേരളത്തിൽ
29.65% വനങ്ങളുള്ളത്. കേരളത്തിന്റെ എത്ര ശതമാനമാണ് വനം? 29.65%. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചിയിൽ, തൃശൂർ ജില്ലയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലാണ്, തൃശൂർ ജില്ല. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡിന്റെ ആസ്ഥാനം ആലുവ. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ആലുവയാണ്. സ്വാഭാവിക വനപ്രദേശം ഏറ്റവും കുറവ് ആലപ്പുഴ ജില്ലയിലാണ്. സ്വാഭാവിക വനപ്രദേശം ഏറ്റവും കുറവ് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏക കന്യാവനം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക കന്യാവനം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ വനം ഡിവിഷൻ റാന്നിയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ വനം ഡിവിഷൻ റാന്നിയാണ്. കേരളത്തിലെ ഏക നിത്യഹരിത വനപ്രദേശം സൈലന്റ് വാലി. കേരളത്തിലെ ഏക നിത്യഹരിത വനപ്രദേശം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടും സൈലന്റ് വാലി തന്നെയാണ്. കേരളത്തിലെ ഏക നിത്യഹരിത വനപ്രദേശം സൈലന്റ് വാലിയാണ്. ഏറ്റവും വലിയ മഴക്കാടും സൈലന്റ് വാലി തന്നെയാണ്. വനവിസ്തൃതിയിൽ മുന്നിലുള്ള ജില്ലകളാണ് ഇടുക്കി, പത്തനംതിട്ട. വനവിസ്തൃതിയിൽ മുന്നിലുള്ള ജില്ലകളാണ് ഇടുക്കി, പത്തനംതിട്ട. സ്വാഭാവിക വനങ്ങളുടെ ക്ലിയർ ഫെല്ലിംഗ് കേരള സർക്കാർ നിരോധിച്ച വർഷമാണ് 1983. സ്വാഭാവിക വനങ്ങളുടെ ക്ലിയർ ഫെല്ലിംഗ് കേരള സർക്കാർ നിരോധിച്ച വർഷമാണ് 1983. കേരളത്തിൽ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശമാണ് മറയൂർ, ചിന്നാർ. കേരളത്തിൽ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശമാണ് മറയൂർ, ചിന്നാർ. കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള വനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള വനമാണ് സൈലന്റ് വാലി. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്